നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ഉത്സവം 2ാം ദിവസമാണ്. ഇപ്പം ഇന്നലെ ആനയോട്ടായിരുന്നു, കൊടിയേറ്റമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ആറാട്ട് വരെ ശരിക്കും ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് കേട്ടോ, ഒരു ഉത്സവ ലഹരി തന്നെയാണ് ഈ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ. ഗുരുവായൂർ പ്രദേശവാസികൾ മാത്രമല്ല, ധാരാളം പേര് പല ദിക്കുകളിൽ നിന്ന് നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട്, ഗുരുവായൂരപ്പൻ്റെ ഉത്സവം കൂടാനായിട്ട്, പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് എത്തിച്ചേരുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഈ ഉത്സവ വിശേഷങ്ങളെക്കുറിച്ച് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരിക, അതേക്കുറിച്ചൊക്കെ സംസാരിക്കുക, അതിനൊക്കെയാണ് പോണത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് ഗുരുവായൂരത്തെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, ആ കൊടക്കാട്ടപ്പടി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാലേ പിന്നെ നല്ല തിരക്കാണ്. കാരണം അവിടെയാണ് തിരുവാതിരക്കളുടെ ഒരു സ്റ്റേജ് ഉള്ളത്. അപ്പോൾ തിരുവാതിര കളിക്കുന്നവർ, കളിക്കാനായിട്ട് കയറാൻ നിൽക്കുന്നവർ, ഇറങ്ങിക്കഴിഞ്ഞവർ, അവരുടെയൊക്കെ ഒരു ബഹളം. അപ്പം നിറയെ ഭക്തജനങ്ങളും അവിടെ ഉണ്ട് ഇതൊക്കെ കാണാനായിട്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ആ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴുന്നവരുടെ ഒരു തിരക്ക്. കാരണം ഭഗവാനെ കാണാതെ ആർക്കും പോകാൻ സാധിക്കില്ലല്ലോ. ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ലെങ്കിലും പുറത്തുനിന്നെങ്കിലും ഒന്ന് കാണാലോ ഭഗവാനെ എന്നിങ്ങനെ എത്തിച്ചു നോക്കി തൊഴുന്നവരുടെ ഒരു തിരക്ക്. പിന്നെ തൊട്ടടുത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിനപ്പുറത്തായിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റേജിൻ്റെ വൈഷ്ണവ് എന്നുള്ള പേരിൽ അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തെക്കേ ഭാഗത്ത് കഞ്ഞി കുടിക്കുന്നവരുടെ ഒരു തിരക്കാണ്. അവിടെയാണ് കഞ്ഞിയും പുഴുക്കൊക്കെ നൽകുന്നത്. അതിനടുത്ത് തന്നെ ഈ പ്ലാവില കുമ്പിൾ കുത്തുന്ന ആ കാഴ്ചയൊക്കെ നമുക്ക് കാണാട്ടോ അതിലൂടെ പോകുമ്പോൾ. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്താണ് വിസ്തരിച്ചുള്ള വിശാലമായിട്ടുള്ള കലവറ. അപ്പോൾ കലവറയുടെ വീഡിയോ ഒക്കെ ഞാൻ രാവിലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, കലവറയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. അവിടെയൊക്കെ നിറയെ ഭക്തജനങ്ങളുണ്ട് കേട്ടോ, അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ടും കൂടെ. പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രസാദൂട്ട്, അവിടുത്തെ തിരക്ക്, അത് കഴിഞ്ഞാൽ പകർച്ചയുടെ തിരക്കുകൾ. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റിലും നിറയെ കാഴ്ചകളാണ് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെറുതെ നമ്മളൊന്ന് പ്രദക്ഷിണം, ഒരു കുളപ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് നിറയും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറയാം, അതിലേക്കൊക്കെ കടക്കാം. നമുക്ക് കഞ്ഞി കുടിക്കാൻ പോകുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട്. എല്ലാ വർഷവും ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഭഗവാന്റെ ആ ഒരു കഞ്ഞിയും പുഴുക്കും കഴിക്കാനായിട്ട് പോകാറുണ്ട്. അതിലേക്കൊക്കെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഞാൻ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്ന ആളായിരുന്നു. എന്നെ അങ്ങനെ അധികം ആർക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ വിഷ്ണുവിൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞാലാണ് ഇത് ആശിക്കാണെന്ന് മനസ്സിലാവുക. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കുറച്ച് പേർക്കൊക്കെ എന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ കഞ്ഞി കുടിക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ തന്നെ കണ്ടില്ലെങ്കിലും അടുത്തേക്കൊക്കെ വരിക, സംസാരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അത് സന്തോഷമുള്ള കാര്യമാണ് ഭഗവാന്റെ ഭക്തരെയൊക്കെ പരിചയപ്പെടുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട് പോകാം. അതിന് മുന്നേ ഇന്നലത്തെ അലങ്കാരം നമുക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനുണ്ടല്ലോ ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണിയായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണെന്നും എല്ലാവർക്കും അറിയാം കേട്ടോ. കാരണം ഞാൻ അലങ്കാരം പ്രവചിക്കാനായിട്ട് പറഞ്ഞപ്പോഴേ ആദ്യം തന്നെ ആനപ്പുറത്തിരിക്കുന്ന കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവ ചേച്ചി. അതെന്താന്ന് വെച്ചാൽ ഇന്നലെ ആനയോട്ടായിരുന്നല്ലോ. അപ്പോൾ ആനയോട്ടത്തിൽ ഭഗവാൻ ആനപ്പുറത്തിലേ ഉണ്ടാവുക. ഒന്നുകിൽ ഭഗവാൻ ഈ ആനകളുടെ മുന്നേ കിടന്ന് ഓടുന്നുണ്ടായിരിക്കും, ഏറ്റവും മുന്നിൽ ഭഗവാനായിരിക്കും ഓടുക, പിന്നിലായിരിക്കും ആനകളൊക്കെ ഓടി വരുന്നുണ്ടായിരിക്കുക. പക്ഷെ ഇന്നലെ ഇതിലൊരാനയുടെ പുറത്ത് കയറിയിട്ടാണ് ഭഗവാൻ പോകുന്നുണ്ടായിരുന്നത്. ആന ഓടുന്നു, പുറത്ത് ഗംഭീരമായിട്ട് ഭഗവാൻ ഇങ്ങനെ ഗമയോട് കൂട്ടിയിട്ടിരിക്കുന്നു. കാരണം ഭഗവാന്റെ ഉത്സവമൊക്കെ തുടങ്ങല്ലേ, അതിന് മുന്നോടിയായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ആനയോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുൻപന്തിയിൽ നമ്മുടെ ഭഗവാൻ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ആനപ്പുറത്ത് കയറി വരുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ഉച്ചപൂജയ്ക്ക് അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു കൗതുകമുള്ള ഒരു കാര്യമാണല്ലേ. ഭഗവാൻ ഒരു ആനപ്രേമി തന്നെയാണ് അല്ലേ. ആനകളെയൊക്കെ ഭഗവാന് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയധികം ആനകൾ സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ അതിലേ ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആനയുടെ പുറത്ത് കയറിയിട്ടാണ് ഭഗവാൻ വരുന്നുണ്ടായിരുന്നത്. പിന്നെ രവികൃഷ്ണനാണ് വിജയിയായിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആനയോട്ടത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് അതും ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമാണ്. ഗുരുവായൂരപ്പന് ആ ആനയോടുള്ള ഒരു കരുതലാണ്, ഒരു സ്നേഹമാണ്. അപ്പോൾ ആനപ്പുറത്ത് കയറിയിട്ടുള്ള ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ഉച്ചപൂജയ്ക്ക് അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഈ ഉത്സവത്തിനിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം വന്നിട്ട് ഭഗവാനെ ഒന്ന് കാണണേ എന്ന്, നന്നായിട്ട് കാണാൻ സാധിക്കണേ എന്ന് ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.
ഇന്ന് നമുക്ക് ഭഗവാന്റെ ആ കഞ്ഞി കുടിച്ചിട്ട് വരാം കേട്ടോ. കഞ്ഞിയും മുതിരപ്പുഴുക്കും നന്നായി ആസ്വദിച്ച് കഴിച്ചിട്ട് വരാം. അപ്പോൾ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വേഗം വന്നോളൂ, ഞങ്ങളുടെ ഒപ്പം കൂടിക്കോളൂ കേട്ടോ. ഹലോ, നമ്പർ 18. അല്ല இங்க பாருங்க அவங்க பாருங்க என்ன பண்றானோ அது மாதிரி பாருங்க கப்பலாத்தெல்லாம் அவங்கள போட்டான் அவனை பாரு அவன் என்ன பண்றான் என்ன அப்படின்னு கேட்குறாங்க என்னன்னு கேட்குறாங்க சாதி பாரு அவன் என்ன பண்றானோ அது படி நீங்க അപ്പോൾ എല്ലാവരും കഞ്ഞി കുടിച്ചു എന്ന് കരുതുന്നു, എല്ലാവരുടെയും വയറ് നിറഞ്ഞു എന്ന് തന്നെ കരുതുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നലത്തെ ആനയോട്ടത്തിൻ്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്നലെ ആനയോട്ടം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലരും പറഞ്ഞു കേട്ടോ ഫുൾ വീഡിയോയിൽ കൂടെ ആനയോട്ടം ഇടുന്നു. അപ്പോൾ വലുതായിട്ടില്ല, ചെറിയ കുറച്ച് പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ ആനയോട്ടത്തിൻ്റെ ആ ഭാഗങ്ങൾ കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ. ആനയോട്ട് ചടങ്ങുകൾ നടക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങൾ നാട്ടാന പരിപാലന ചട്ടപ്രകാരം ആനകളിൽ നിന്നും കൃത്യമായ അകലം പാലിക്കേണ്ടതാണ്. അപ്പോൾ ആനയോട്ടമൊക്കെ എല്ലാവരും കണ്ടുല്ലോ, അതും എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ.
അപ്പോൾ ശംഖൂതി കഴിഞ്ഞാൽ ഈ ആനകളൊക്കെ ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി ഓടുന്നത് കാണാൻ തന്നെ, അത് ഒരാന ചിഹ്നം വിളിച്ചിട്ട് ഓടുന്നത്, അതിൻ്റെ സന്തോഷം കണ്ടാണ് കേട്ടോ. വാലൊക്കെ ഇങ്ങനെ നീട്ടി പുറകിലോട്ട് പിടിച്ചിട്ട് അതൊരു ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട്. നമുക്കൊരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നും ആനകളുടെ അടുത്ത്. പേടിക്കേണ്ട ഒന്ന് തന്നെയാണ് ആന തീർച്ചയായിട്ടും. എന്നാലും ഇങ്ങനെയുള്ള ആചാരങ്ങൾ, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ ആനകളൊക്കെ ആകുമ്പോൾ നമ്മളിന്ന് ഉപദ്രവിക്കില്ല, അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ധൈര്യത്തിലൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായി കാണാനും സാധിച്ചു കേട്ടോ. അന്ന് നിന്ന ആ ഒരു സ്ഥലത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ആനയെ ഓടുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ആനയോട്ടൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇനി അടുത്തത് ഒരു കഥ പറയാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ കഥകളൊന്നും പറയുന്നില്ല എന്നൊരു പരാതിയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നൊരു കുഞ്ഞു കഥ പറയാം. ഇതൊരു ഗുണപാഠ കഥ പോലെയാണ് കേട്ടോ. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ഒരു ഗ്രാമത്തിലെ അവിടെ സാധാരണ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന കുറച്ച് ഗ്രാമവാസികളുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു ഗ്രാമമുണ്ട്. പക്ഷെ അവിടേക്ക് കടന്നു പോകുന്ന ആ വഴി ഉണ്ടല്ലോ, ഒരു പാത ഉണ്ടാവുമല്ലോ, അതൊരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം പോലെയാണ്. കാരണം അതിൽ കൂടെ അധികം ആളുകളൊന്നും സഞ്ചരിക്കില്ല. അതിന് കാരണമുണ്ട് കേട്ടോ. അവിടെ ആ വഴിയിൽ, ആ കാട് പോലെയുള്ള പ്രദേശത്ത് ഒരു ഉഗ്രൻ സർപ്പമുണ്ട്. ഈ സർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു സർപ്പമായിരുന്നു കേട്ടോ. ഭയങ്കരം എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നത് തന്നെ അർത്ഥം. അങ്ങനെ ഒരു സർപ്പമായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഇവർക്കും പേടിയെന്നറിയോ? ഇതെല്ലാവരും ഉപദ്രവിക്കും. നല്ല വിഷമുള്ള ഒരു സർപ്പമാണ്. അപ്പോൾ ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ആളുകളൊക്കെ അതിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇഴഞ്ഞു വന്നിട്ട് അവയെ കുത്തുക. പിന്നെ അവർക്ക് ജീവനൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാട് പോലെയുള്ള ഈ ഒരു പാതയാണ് ശരിക്ക്, പക്ഷെ ആരും പോകാതെ അതിങ്ങനെ കാട് പിടിച്ച് കിടക്കണമെന്ന് മാത്രം. അത് കൂടെ ആർക്കും പോകാനായിട്ട് ധൈര്യമില്ല അപ്പുറത്തേക്കായിട്ടേ. അപ്പോൾ ആ ഒരു ഗ്രാമമായിട്ടുള്ള സഹവാസം വളരെ കുറവാണ്. വേറെയുള്ള ദുഷ്കരമായിട്ടുള്ള വഴി കൂടെയൊക്കെയാണ് അവർ പോകുക. അതെന്തുകൊണ്ടാണ്? ഈ ഒരു സ്ഥലത്ത് ഈ സർപ്പം ഉള്ളതുകൊണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഗ്രാമത്തിലെ ഒരു സന്യാസി ശ്രേഷ്ഠൻ വന്നു കേട്ടോ. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ വിരിയുന്ന ആ ഒരു ചിത്രമുണ്ട്. അവരുടെ ആ ഒരു വേഷം വളരെ ലളിതമായിട്ടുള്ള വേഷമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. ഒരു മുഖത്ത് മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട്, പക്ഷെ ഒരു മുഖത്ത് ആ കണ്ണുകളിൽ നല്ലൊരു തേജസ് ഉണ്ടായിരിക്കും. അത്രയും തേജസ്വികളായിരിക്കും ഈ സന്യാസിമാരെന്ന് പറയുന്നത്. കാരണം അവരുടെ ജീവിതം അപ്രകാരമാണ്. ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട്, ഭഗവാനെ സേവിച്ചുകൊണ്ട് കഴിയുന്നവരാണ്. അപ്പോൾ അവരുടെ മുഖത്തും അവരുടെ നടത്തത്തിലും ആ പ്രവൃത്തിയിലും ഒക്കെ ഒരു ദിവ്യത്വം ഉണ്ടായിരിക്കും. അത് അങ്ങനെ തന്നെയാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി നോക്കൂ. ദിവസവും നാമം ചെല്ലുന്നവരുടെ മുഖത്ത് ഒരു പ്രത്യേക ഐശ്വര്യം ഉണ്ടായിരിക്കും. ദിവസം വിളക്ക് വെക്കുന്നവരുടെ ആ ഒരു കുടുംബത്തിലും ആ ഒരു ഐശ്വര്യം ഉണ്ടായിരിക്കും. എന്നും ഭഗവാനെ കാണാൻ പോകുന്നവർക്കും ആ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അതായത് ഭഗവാനോട് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഭഗവാന്റേതായിട്ടുള്ള ചെറിയ ചെറിയ ആ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ് പറയുക. അപ്പോൾ ആ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ ആ സന്യാസിയെ കുറിച്ച് പറഞ്ഞത് മാത്രം അത്രയും ദിവ്യനായിട്ടുള്ള ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ആ ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ കുറച്ചു നേരമൊക്കെ ചിലവഴിച്ചു. അപ്പോൾ ഈ സന്യാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ താമസിക്കില്ല. അവരിങ്ങനെ ദേശാടനമായിട്ട് ഇങ്ങനെ പോകുകയും ചെയ്യാം. ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് ഇപ്പോൾ വിശ്രമത്തിന് വേണ്ടി മാത്രം അവരോട് കുറച്ച് നേരം ഇരിക്കും. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ്. അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം കുറച്ച് ഭക്ഷണം കഴിക്കും. അങ്ങനെയുള്ളവരാ. അപ്പോൾ ഈ ഗ്രാമത്തിൽ വന്നു. അവിടെയുള്ള ഗ്രാമവാസികളെയൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം തൊട്ടടുത്ത് മറ്റേ ഗ്രാമമുണ്ടല്ലോ, അവിടേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു, അയ്യോ അങ്ങ് ആ വഴി കൂടെ പോകണ്ട കേട്ടോ, അത് വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരു വഴിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സന്യാസി എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവിടെ ഒരു ഉഗ്രനായിട്ടുള്ള ഒരു സർപ്പമുണ്ട് അവിടെ. അതിനെ കണ്ടാൽ തന്നെ എല്ലാവർക്കും പേടിയാകും. പിന്നെ ആരെങ്കിലും അതിലൂടെ പോയി കഴിഞ്ഞാൽ ഇവനെല്ലാവരെയും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. ആർക്കും ജീവനിൽ പേടിയുള്ളത് കൊണ്ട് ആരും അതിൽ പോകാറില്ല. അതുകൊണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് എത്തില്ല. ആ കാര്യം 100% ഉറപ്പാണ്. അങ്ങ് ഇത്രയും വലിയ ഒരു മഹാത്മാവല്ലേ, അപ്പോൾ അങ്ങയുടെ ജീവനിലും ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് അങ്ങ് ആ വഴിയിലൂടെ പോകണ്ട, അങ്ങ് പോകരുത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സന്യാസി പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, അവനെയൊക്കെ നിർത്താനുള്ള അല്ലെങ്കിൽ അവനെയൊക്കെ മാറ്റിയെടുക്കാനുള്ള ആ ഒരു കഴിവ് എന്നല്ല ഉദ്ദേശിക്കുന്ന ആ ഒരു സൂത്രം അത് എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ, എനിക്ക് ആപത്തൊന്നും സംഭവിക്കില്ല, ഞാൻ അതിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നമുക്ക് അടുത്ത വർഷം, ഈ സന്യാസി ഇനിയും 1 വർഷം കഴിഞ്ഞാൽ വരും, അപ്പോൾ വരുന്ന സമയത്ത് കാണാം എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഈ സന്യാസി പോകുകയാണ് കേട്ടോ അടുത്ത ഗ്രാമത്തിലേക്ക്. ഈ വഴിയിൽ കൂടെയാണ് പോകുന്നത്. ഈ സർപ്പം ജീവിക്കുന്ന ആ ഒരു സ്ഥലത്ത് കൂടെയാണ് പോകുന്നത്. സന്യാസിക്ക് അറിയാൻ കുറച്ച് കഴിഞ്ഞാൽ മുന്നിലേക്ക് വരുന്നുള്ളത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ നടന്നു പോകുന്നത്. അങ്ങനെ ഈ നടക്കുമ്പോഴേ ഈ സാധാരണ വഴികളൊക്കെ വഴിയായിട്ട് തന്നെ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ആരും സഞ്ചരിച്ചില്ലെങ്കിൽ അവിടെ ഇലകളൊക്കെ ഇങ്ങനെ വന്ന് കിടക്കൂലോ. അപ്പോൾ ഈ കരിയിലകളൊക്കെ ധാരാളമായിട്ട് കിടക്കുന്നുണ്ട്.
സന്യാസി നടന്നു പോകുമ്പോൾ ഈ കരിയിലകളിൽ കാല് വെക്കുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഇവന് മനസ്സിലായി ആരോ ഒരാൾ വരുന്നുണ്ട് എന്നുള്ളത്. ശത്രുവാണ്, വരുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഈ സർപ്പം ഇഴഞ്ഞിഴഞ്ഞിട്ട് ഈ കരിയിലകൾക്ക് ഇടയിലൂടെയാണ് വരുന്നത്. അപ്പോൾ തന്നെ സന്യാസിക്ക് മനസ്സിലായി ഇവൻ വരുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അടുത്തേക്ക് എത്തിയപ്പോൾ സന്യാസി ഒന്ന് നിന്നു, സർപ്പവും നിന്നു. എന്നിട്ട് സർപ്പം ഇങ്ങനെ ചീറ്റാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് സന്യാസിയുടെ കയ്യിൽ ഒരു കമണ്ടലും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ജപിച്ചു, ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ സർപ്പത്തിന് മുകളിൽ അങ്ങോട്ട് തെളിച്ചു. അതോട് കൂടിയിട്ട് ഈ സർപ്പം എന്തുണ്ടായിന്നറിയോ, അതിങ്ങനെ ഉഗ്രമായിട്ടുള്ള രീതിയിൽ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ പാഞ്ഞെടുക്കുന്ന ആ സർപ്പം ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇങ്ങനെ പതുങ്ങി ചുരുണ്ട് കൂടിയിട്ട് ഈ സന്യാസിയുടെ പാദങ്ങളുടെ അടുത്ത് അങ്ങോട്ട് കിടന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വമാണത്. അദ്ദേഹം അത്രയും സിദ്ധിയൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു സന്യാസിയാണ്. മന്ത്രം അത്രയും ഒരുപാട് തവണ അക്ഷരലക്ഷം ജപിച്ചു കഴിഞ്ഞാൽ സിദ്ധി വരുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ സിദ്ധി വരുത്തിയിട്ടുള്ള ഒരു മഹാത്മാവായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വെള്ളം എടുത്തിട്ട് ആ ഒരു കമണ്ടലുകളിൽ നിന്ന് ജലമെടുത്ത് തെളിച്ചപ്പോൾ അത് ഫലിച്ചത്, ആ മന്ത്രം ഫലിച്ചത്. അങ്ങനെ ഇതൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സന്യാസി ഈ സർപ്പത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാണ് നീ ഇങ്ങനെ മറ്റുള്ളവരെനിക്ക് ഉപദ്രവിക്കണത്? ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അവർക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ അവർ പോയിക്കോട്ടെ, നീ എന്തിനാണ് അതിൻ്റെ തടസ്സമായി നിൽക്കുന്നത്? അവരെയൊക്കെ ഉപദ്രവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ഈ സർപ്പം പറഞ്ഞു, അയ്യോ എനിക്ക് അറിവില്ലാതെയാണ് ഞാൻ ഇനി അതായത് അതിൻ്റെ ആ രോഷമൊക്കെ ഒന്ന് മാറി, അതൊരു പാവം കുട്ടിയുടെ പോലെയായി. അപ്പം ഇനി ഞാൻ ഉപദ്രവിക്കില്ല ആരെയും എന്ന് പറഞ്ഞു. അപ്പം ശരി, ഞാനും നിന്നെ ഒന്നും ചെയ്യുന്നില്ല, നിനക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പം ഇതേപോലെ തന്നെ എന്നും ഇവിടെ കഴിയണം, ആരെയും ഉപദ്രവിക്കാനായിട്ട് പാടില്ല, അവർ വേണ്ടവരെ പൊയ്ക്കോട്ടെ, നീ ഒരു ഭാഗത്തിരുന്നാൽ മതി, നിന്നെ അവർ ഉപദ്രവിക്കാനായിട്ട് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നീ ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു ഈ സന്യാസി ഈ സർപ്പത്തിൻ്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത വർഷം പിന്നെയും വരും, അപ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ഈ സന്യാസി അടുത്ത ഗ്രാമത്തിലേക്ക് യാത്രയായി. അങ്ങനെ പിറ്റേ ദിവസം മുതലേ ഈ സന്യാസി അടുത്ത ഗ്രാമത്തിലെത്തി എന്നുള്ളത് ഈ ഗ്രാമവാസികൾ അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിന് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കാടിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഈ വഴിയിനുള്ളിൽ നിന്ന് ശബ്ദങ്ങളും കോലാഹലങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഈ സർപ്പം ഈ ഇരകളിനെയൊക്കെ പിടിച്ച് വിഴുങ്ങുന്ന അവരെ കരച്ചിലൊക്കെ കേൾക്കും. അതൊന്നും കേൾക്കാതായപ്പോൾ ഇപ്പം എന്തുണ്ടായി എന്ന് ഈ ഗ്രാമവാസികൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു കൂട്ടം ഈ കുറുമ്പന്മാരായിട്ടുള്ള ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഇവരൊക്കെ കൂടി അന്വേഷിച്ചിറങ്ങി. പതുക്കെ കയ്യിൽ വടിയും കല്ലൊക്കെ ആയിട്ടാണ് അവർ പോണത് കേട്ടോ. അതിനോട് എത്തിയപ്പോഴും ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ സർപ്പം വരാനായിട്ട്. അപ്പോൾ ശബ്ദമൊന്നും കേൾക്കണില്ല. അങ്ങനെ കുറേ അവർ മുന്നോട്ട് പോയപ്പോൾ ഉണ്ടോ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇതിങ്ങനെ ചുരുണ്ടി കൂടി കിടക്കുക. അപ്പോൾ അവരെന്ത് ചെയ്തു, ശബ്ദം ഉണ്ടാക്കിയിട്ടൊന്നും കേൾക്കണില്ല എന്ന് മനസ്സിലായി. അപ്പോൾ കല്ലെടുത്തെറിയാൻ തുടങ്ങി. അപ്പോൾ ഈ സർപ്പം പ്രതികരിക്കണില്ല, കാരണം അത് നന്നായില്ലോ. അപ്പോഴും പ്രതികരിക്കാതായപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ വലിയ നീണ്ട കമ്പുകളൊക്കെ എടുത്തിട്ട് ഇതിനെ കുത്തി നോവിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴും ഇത് പ്രതികരിക്കണില്ല. അങ്ങനെ ഇവർക്ക് ധൈര്യമായി. എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ അടുത്ത് പോയിട്ട് ആ വാല് പിടിച്ചിട്ട് ഇങ്ങനെ ചുഴറ്റി കണ്ടിടത്തൊക്കെ അടിക്കുക, പാറയുമലൊക്കെ തല്ലുക. ഇതിനാകെ ഇങ്ങനെ മുറിവേൽപ്പിച്ചു ഇവർ. എന്നിട്ടാണ് അവരിട്ട് പോയത്. അപ്പോഴേക്കും ഇത് പിന്നെ ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും അതിൽ കൂടെ പോകാനായിട്ട് തുടങ്ങി. എല്ലാ ഗ്രാമത്തിലേക്കുള്ള പോക്കും വരവൊക്കെ ആ വഴി കൂടെ ആയിട്ടോ. ഈ സർപ്പാണെങ്കിൽ ആരെയും ഉപദ്രവിക്കണില്ല. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. ഈ സന്യാസി തിരികെ വന്നപ്പോൾ ഈ വഴിയൊക്കെ ആകെ മാറിയിരിക്കണു. അന്ന് കണ്ട വഴിയേ അല്ല, സാധാരണ എല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുന്ന വഴിയായിട്ട് വൃത്തിയായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ഈ സർപ്പം എവിടെ പോയി എന്നറിയില്ലല്ലോ. അതിനെ ഈ സന്യാസി കുറേ നേരം വിളിച്ചു നോക്കിയിട്ടോ. അപ്പോൾ ഉണ്ടോ ഇത് പാവം ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിട്ട് വരുന്നു. അതിന് വയ്യ, അതിൻ്റെ ദേഹത്തൊക്കെ മുറിവുകളായിരിക്കണം. സന്യാസിക്ക് സങ്കടമൊക്കെ വന്നു. എന്താണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ പിന്നെ ആരും ഉപദ്രവിക്കാറില്ല, പക്ഷെ ഇവരൊക്കെ വന്നിട്ട് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സന്യാസിക്ക് ദേഷ്യം വരിക ചെയ്തു കേട്ടോ. നീ എന്താണ് അവരുടെ അടുത്ത് പ്രതികരിക്കാതിരുന്നതെന്നാണ് ചോദിക്കുന്നത്. അവർ നിന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ നീ ഇങ്ങനെ കയ്യും കെട്ടി വിണ്ടാണോ ചെയ്യണ്ടേ? അങ്ങനെയാണ് ചോദിക്കുന്നത്. നിനക്കൊന്ന് ചീറ്റിക്കൂടായിരുന്നോ? നിനക്കത് അറിയില്ലേ? ഈ സർപ്പങ്ങൾ ഇങ്ങനെ ചീറ്റുന്നത് നിനക്കറിയില്ലേ? അത് നിനക്ക് ചെയ്തു കൂടായിരുന്നോ? അപ്പോൾ അവർ നിന്റെ അടുത്തേക്ക് വരുമായിരുന്നോ എന്നാണ് സന്യാസി ചോദിക്കുന്നത്. അപ്പോഴാണ് സർപ്പത്തിന് മനസ്സിലായത്. അന്ന് മുതലാണ് സർപ്പം ചീറ്റാനായിട്ട് തുടങ്ങിയത്. അവർ ഉപദ്രവിച്ചാലേ അവർ നമ്മൾ തിരികെ ഉപദ്രവിക്കുള്ളൂ എന്ന് പറയാറുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അടുത്തും ഇത് തന്നെയാണ് പറയുന്നത്. ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് കയ്യും കെട്ടി നോക്കി നിൽക്കുക, അല്ലെങ്കിൽ നമ്മളത് സഹിച്ച് നിൽക്കുക എന്നല്ല, നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. നമ്മുടെ ഭാഗം പറയാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തിനേയും പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു മാനസിക ശക്തി അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ശക്തി നമുക്കുണ്ടാകണം എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗുണപാഠ കഥയാണ്. നമ്മളെല്ലാവർക്കും വേണ്ടുന്ന ഒന്നാണ് പ്രതികരിക്കാനുള്ള ആ ഒരു കഴിവ്. നല്ല രീതിയിൽ പ്രതികരിക്കുക. എന്താ പറയുക, ബുദ്ധിമുട്ടുകൾ ആരും ഉണ്ടാക്കുമ്പോഴും നമ്മളെല്ലാം സഹിച്ചു നിൽക്കുകയൊന്നും ചെയ്യരുത്. നമ്മുടെ ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ, അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് കൃത്യമായിട്ടുള്ള വാക്ക്. എന്ത് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങൾ വരികയാണെങ്കിലും അതിനെ തരണം ചെയ്യണം. അതിനുള്ള കഴിവ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കത് അറിയില്ല. ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കഴിവുകളൊക്കെ ഏതാണെന്ന് ഭഗവാൻ തന്നെ നമുക്ക് മനസ്സിലാക്കി തരും. അത് പ്രകാരം നമുക്ക് അതിനെല്ലാം തരണം ചെയ്യാനായിട്ടും സാധിക്കും.
അപ്പോൾ കഥ അങ്ങനെയാണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ ഉത്സവ വിശേഷങ്ങളൊക്കെ ഇനിയും വരുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും കേട്ടോ. സാധിക്കുന്ന എല്ലാവർക്കും, ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ കഞ്ഞി കുടിക്കാനായിട്ട് വരാൻ സാധിക്കട്ടെ, കഞ്ഞിപുഴുക്കും കഴിക്കാൻ സാധിക്കട്ടെ, ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയട്ടെ, പഴുക്കാമണ്ഡപം തൊഴാനായിട്ട് കഴിയട്ടെ, പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാനായിട്ടും കഴിയട്ടെ. അപ്പോൾ എല്ലാവരും ഗുരുവായൂരിലേക്ക് വന്നോളൂ കേട്ടോ. ഈ 10 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഗുരുവായൂർക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇപ്രാവശ്യം എത്ര ശ്രമിച്ചിട്ടും വരാൻ സാധിക്കാത്തവർക്ക് അടുത്ത വർഷം വരാനായിട്ട് കഴിയട്ടെ. അതിനിപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.